ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ലേവ്യ പുസ്തകം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ആവർത്തന പുസ്തകം 34 അധ്യായം 12 വാക്യം. യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. വേദപുസ്തകത്തിലെ പഞ്ചഗ്രന്ഥത്തിലൂടെയാണ് നാം മോശയെ പരിചയപ്പെടുന്നത്. അവിടെ എബ്രായ ജനതയുടെ വിമോചകനായിട്ട് നമുക്ക് മോശയെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ യഹൂദ, ക്രൈസ്തവ, ഇസ്ലാമിക മതങ്ങൾ മോശയുടെ നേതൃത്വത്തെയും സംഭാവനകളെയും വിലമതിക്കുന്നുണ്ട്. മതതലങ്ങൾക്കും ഉപരിയായി അടിമകളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച് സമൂഹ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച മഹാനേതാവായും മോശയെ അംഗീകരിക്കുന്നുണ്ട്. മോശ എന്ന പേരിൻ്റെ അർത്ഥം വലിച്ചെടുക്കപ്പെട്ടവൻ എന്നാണ്. സാധാരണക്കാരനായ ഒരു അതിമാനുഷ്യൻ ആയിരുന്നു മോശ. കുറിവാക്യത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്നത്. ഇത് മോശയെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ്. മോശയുടെ ജനനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടതാണ്. മോശ 120 വർഷം ജീവിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ 40 വർഷം വീതമുള്ള 3 ഘട്ടങ്ങളായി മോശയുടെ ജീവിതത്തെ തിരിക്കാം. രാജകുമാരനായി വളർന്ന മിസ്രയീമിലെ 40 വർഷം, ആട്ടിടയനായി മിദ്യാൻ ദേശത്ത് ജീവിച്ച 40 വർഷം, എന്നാൽ മൂന്നാമതായിട്ട് ഇസ്രായേലിൻ്റെ അമരക്കാരനായി മരുഭൂമിയിൽ ജീവിച്ച 40 വർഷം. ഈ പ്രഭാതത്തിൽ മോശയെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് പ്രവാചകനായ മോശ. ആരാണ് പ്രവാചകൻ? സമകാലിക പശ്ചാത്തലത്തിൽ ദൈവശബ്ദം ശ്രവിച്ച് അത് ദൈവജനത്തോട് സംവേദനം ചെയ്യുന്ന വ്യക്തിയെയാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. ഇവിടെ മോശ തൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേല്യരെ വിടുവിക്കുവാൻ നല്ലൊരു നേതാവായി പ്രവാചകനായി തീരുവാൻ മോശയ്ക്ക് സാധിച്ചു. എന്നാൽ ഇസ്രായേല്യർ എങ്ങനെ മിസ്രയീമിലെത്തി? അവർ എങ്ങനെ അടിമത്വത്തിലേക്ക് വന്നു? യോസേഫ് മിസ്രയീമിൻ്റെ അധികാരിയായിട്ട് തീരുന്നു. സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ യോസെഫിൻ്റെ പിതാവ് ജീവനോടിരിക്കുന്നു എന്നറിയുന്ന ഫറവോ യോസെഫിൻ്റെ പിതാവിനെ മിസ്രയീമിലേക്ക് കൊണ്ടുവരാൻ ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 19 വാക്യത്തിൽ പറയുന്ന പ്രകാരം രഥങ്ങൾ അയക്കുന്നു. അങ്ങനെ യാക്കോബിൻ്റെ കുടുംബം, അതായത് യോസെഫ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ 70 പേർ മിസ്രയീമിൽ എത്തുന്നു. തുടർന്ന് ഇവർ അവിടെ വലിയൊരു ജനതയായി തീരുന്നു. എന്നാൽ യോസെഫിന് ശേഷം പുതിയ രാജാക്കന്മാർ ഭരണത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേല്യർ വലിയൊരു ജനതയായി വളർന്ന് പന്തലിക്കുന്നത് കണ്ട് ഭയന്നിട്ടാണ് ഇവരെ അടിമകളാക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്നുമാണ് മോശ അവരെ വിമോചിപ്പിക്കുന്നത്. പഞ്ചഗ്രന്ഥങ്ങളിൽ മോശയുടെ ദൗത്യം പലതാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ പ്രവാചകനായ മോശയിലൂടെ സംഭവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനതയെ പച്ചയായ ജീവിത സാഹചര്യങ്ങളിലെല്ലാം ദൈവിക ശബ്ദം ജനത്തെ അറിയിക്കുന്ന വലിയൊരു പ്രവാചകനാകുവാൻ മോശയ്ക്ക് സാധിച്ചു. രണ്ടാമതായിട്ട് നിയമദാതാവായ മോശ. അടിമത്വത്തിലും ഭീരുത്വത്തിലുമായിരുന്ന ഇസ്രായേല്യർ മിസ്രയീമ്യരുടെ കയ്യാൽ മരണം വരിക്കുവാനായി കാത്തിരുന്ന, ജീവിതത്തെക്കുറിച്ചുള്ള സകല പ്രതീക്ഷയും നഷ്ടമായവരുടെ ഇടയിലേക്കാണ് മോശ ഇറങ്ങി വരുന്നത്. മോശയുടെ സാന്നിധ്യം ആ ജനങ്ങളിൽ ആശ്വാസമായിട്ട് തീരുന്നുണ്ട്. അവരുടെ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തെ ആരാധിക്കണമെന്നും അവർക്ക് മനസ്സിലായി. ജനത്തിനു വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത ചെയ്യുന്ന മോശയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതമായി മോശ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ സമർപ്പിച്ച ഒരു പ്രബോധന സമാഹാരമാണ് പഞ്ചഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. എന്നാൽ അവയുടെ രത്നചുരുക്കം 10 കൽപ്പനകളിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയും കൃത്യതയും ഒക്കെ വളർത്തുവാൻ 10 കൽപ്പനയ്ക്ക് സാധിക്കുന്നു. 10 കൽപ്പനകൾ അവരുടെ ഭരണഘടന തന്നെയായിരുന്നു. മോശ ജനനേതാവായിരുന്നു, പ്രവാചകനായിരുന്നു, പുരോഹിതനായിരുന്നു, രാഷ്ട്ര നിർമ്മാതാവും ഭരണഘടനാ ശില്പിയും ആയിരുന്നു. അതിലുപരി ഒരു നിയമദാതാവും ആയിരുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം.
ഞാൻ ആയിരിക്കുന്ന ഇടത്ത് അഥവാ എന്നെ ദൈവം ആക്കിയിരിക്കുന്ന ഇടത്ത് എൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രിയ കർത്താവേ, ദൈവം എന്തിനാണ് എന്നെ ലോകത്തിൽ ആക്കിയിരിക്കുന്നത് എന്ന വ്യക്തമായ ബോധ്യം എനിക്ക് നൽകി തരണമേ. ആമേൻ.